ഹായ്, വെൽക്കം ടു നമ്മുടെ ഈ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ അതിനായിട്ട് അപ്പുറത്ത് പ്രാർത്ഥിക്കാതിരിക്കുന്ന ഷർട്ട് ഇടാത്ത കാരണമാണ് അതിനായിട്ട് നമ്മൾ എടുക്കാത്ത കേട്ടോ. അപ്പോൾ നമുക്ക് പൊന്നിൻ്റെക്ക് ഒരു കമൻറ്റ് വന്നുകൊണ്ട് ഈ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മുന്നേ പല്ലേക്കില്ലേ ഇല്ല കേട്ടോ. ഞങ്ങൾ ഏണിച്ച വയസ്സന്നെ മാതാവിനെ പ്രാർത്ഥിച്ചതിന് ശേഷം മറ്റെന്ത് കാര്യം ചെയ്യും കേട്ടോ. അത് അങ്ങനെ അത് അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെയാണോ വേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾ എണീച്ച ശേഷം മാതാവിനെ വിളിച്ചതിന് ശേഷം മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകാറുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ എണീച്ച ശേഷം തന്നെ മാതാവിൻ്റെ ഫോട്ടോ മെഴുകുതിരി കൊടുന്ന് മേശമേ ഇതിനെ പ്രാർത്ഥിക്കട്ടെ. എന്താ വെച്ചാൽ മുട്ടുകുത്തി താഴ്ത്തിരിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. നമുക്കങ്ങനെ ബുദ്ധിമുട്ട് താഴ്ത്തി കഴിഞ്ഞാൽ പിന്നെ ഏൽപ്പിക്കണമെങ്കിൽ ആരെങ്കിലും ഒക്കെ വന്ന് കൈ പിടിച്ച് ഏൽപ്പിച്ചിട്ടാണ് ഒന്ന് ഏൽക്കണമെങ്കിൽ അത്രയും എനിക്ക് കഴിഞ്ഞാൽ വയ്യ. കുറേ നാളുകൾക്ക് ശേഷം ഇപ്പം തീരെ വയ്യാണ്ടായ ഒരു ദിവസമാണ്. നിങ്ങൾക്ക് ആ ഇരിപ്പ് കാണുമ്പോഴാണ് എനിക്ക് തീരെ വയ്യ കേട്ടോ. പക്ഷേ നമ്മളങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യം പ്രാർത്ഥിച്ചാൽ പിന്നെ ഉണ്ണോൾക്ക് സ്കൂളിലെ കാര്യത്തിൽ ദിവസമാകുമ്പോൾ നമുക്ക് ഇരിക്കാനോ അല്ലെങ്കിൽ വയ്യാതെ ഇരിക്കാനോ ഒന്നിനും നമുക്ക് പറ്റില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. അപ്പോൾ നമുക്കത് അറിയാമല്ലോ, ഉണ്ണോൾക്ക് സ്കൂളിൽ പോകണമെന്നൊക്കെ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുക്കളയിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഈ ബേക്കിൽ അടുക്കള തുറക്കുകയാണ്. നമ്മളിപ്പോൾ ഈ അടുക്കളയിലാണല്ലോ പണിയെടുക്കുന്നത്. അപ്പോൾ ഈ അടുക്കള തുറന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കറിൽ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ചൂടാക്കി വയ്ക്കും, കുടിക്കും. ദോശയും ചിക്കൻ കറി ആണെങ്കിൽ വേറെ ഒന്നും വേണം കേട്ടോ. അവരുടെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ ദോശയും ചിക്കൻ കറി. അങ്ങനെ ഇടക്കിടക്ക് ഒന്ന് തുടച്ചതിന് ശേഷം നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് കുടിക്കുകയും പറഞ്ഞു ഫ്രൈഡ് റൈസ് മതി. ഇന്നലെ ചിക്കൻ മേടിച്ചപ്പോൾ അവർ പറഞ്ഞു ഫ്രൈഡ് റൈസ് മതിയാണ്. കാരണം ഞാൻ കുറച്ച് ചിക്കൻ മസാല പറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇപ്പുറത്തെ ഇടക്കലാണ് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ അരി സാധനമൊക്കെ ഇരിക്കണം. അപ്പോൾ അതെടുക്കാൻ വേണ്ടി വരിക കേട്ടോ. പിന്നെ നമുക്ക് ഗുളിക കഴിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം അരി എടുത്തിട്ട് ഞാൻ ഒന്ന് കുതിരയിടാന്ന് വെച്ചു കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഉണ്ണുമ്പോൾ സ്കൂളിൽ പോകാനുള്ള കാര്യം വേഗം ചെയ്യാമെന്ന് വെച്ചാൽ പുതിയ സ്കൂളൊക്കെ നമുക്ക് നേരത്തെ പോകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 3.5 കിലോമീറ്റർ ഉണ്ട് സ്കൂളിലേക്ക്. പിന്നെ ചില സമയത്ത് അവിടെ റോഡ് പണിയൊക്കെ നടക്കുന്ന കാരണം ആ വഴി കൂടെ കടത്തി വിടില്ല. അപ്പോൾ നമ്മളതൊക്കെ ഉദ്ദേശിച്ചിട്ട് പിന്നെ നമ്മുടെ വഴിയിൽ തന്നെ ഇപ്പം എന്തെങ്കിലും ട്യൂഷന് പോകുമ്പോൾ നമ്മുടെ വഴിയിൽ സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി എന്തോ ഒരു പണി നടക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി വന്ന് പിന്നെ ആ വണ്ടി സാധനങ്ങൾ ഇറക്കി പോയതിന് ശേഷമാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്കൂളിൽ പോകുന്ന സമയത്ത് കുറച്ച് നേരത്തെ ഇറങ്ങിയാലാണ് നമ്മൾ വിചാരിച്ച സമയത്തേക്ക് മുന്നോട്ട് നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ 2 ചെറിയ കപ്പ് കൊണ്ട് 2 ഗ്ലാസ് അരിയാണ് കേട്ടോ ഫ്രൈഡ് റൈസിൻ്റെ അരി എടുത്തത്. കോട്ടയം വയ്യാത്ത കാര്യം ഭയങ്കര ക്ഷീണമാണ്. ചെറിയ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ഫ്രൈഡ് റൈസുള്ള അരിയുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ബിരിയാണിക്കുള്ള വെള്ളം അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും കുറച്ച് ഉപ്പിട്ടിട്ട് അതിലേക്കാണ് കേട്ടോ അരി കഴിക്കാനുള്ളത്. അത് അരി കഴുകാണ്ടായത്. പിന്നെ എൻ്റെ ചിയ സീഡിട്ട് ഇങ്ങനെ പാത്രം കേട്ടോ, അത് അപ്പുറത്തുണ്ടായിരുന്നു. അത് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി വെച്ചു. പിന്നെ ഇപ്പോൾ ഇത് അരി കഴുകണം കേട്ടോ. എന്നിട്ട് അരി ഒരു 3-4-5 പ്രാവശ്യം കഴുകണം കേട്ടോ. പിന്നെ ഈ പ്രാവശ്യം എനിക്ക് ഈ അരി നെസ്റ്റോന്ന് അടിച്ച ഫ്രൈഡ് റൈസിൻ്റെ അരി കേട്ടോ. പക്ഷേ നല്ല അരിയായിരുന്നു കേട്ടോ. വേവം കുറച്ച് തരണം. ശരിക്കും തലേദിവസം രാത്രിയാകുമ്പോൾ അത് വേവിച്ച് നമുക്ക് ഡപ്പയിൽ അടച്ച് ടൈറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ പിന്നെ റൈസ് അങ്ങനെ വയ്ക്കുകയാണ് ഏറ്റവും നല്ല. ഫ്രൈഡ് റൈസിൻ്റെ എപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് തലേദിവസം വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ സ്കൂളിൽ കൊടുത്തേക്കാൻ സുഖമാണ്. എന്താ വെച്ചാൽ രാവിലെ അരി വേവിക്കൊന്നും വേണ്ട കേട്ടോ. പക്ഷേ ഇന്നലെ എനിക്ക് വയ്യാത്ത കാരണമാണ് കേട്ടോ ഞാൻ ഇതാക്കിയത്. അങ്ങനെ നമ്മൾ തൈറോയിഡ് ഗുളിക കഴിച്ചു. പിന്നെ ചിയ സീഡ് വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ചിയ സീഡ് എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു കണ്ട. ഇനി അത് കുറച്ച് നേരം കുതിര വെച്ചിട്ട് പോവും. പിന്നെ വേറുമായിട്ട് ഞാൻ കുറച്ച് അത് കുടിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത പണികളിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മളപ്പോൾ ഇവിടെ മാവ് അരച്ചിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ പുളിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് ഭയങ്കര തണവാ, മഴയൊക്കെ അയക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ അടുക്കളയിൽ ഈ ഷഡ്ഫിൻ്റെ ഉള്ളിൽ കൊണ്ട് വെച്ച് ചെയ്യുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കുണുക്കൻ്റെ കുണുക്കിൽ ഫുഡ് കൊണ്ടുപോകുന്ന ബാഗും അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ അരിക്കുള്ള വെള്ളമൊക്കെ തിളച്ചപ്പോൾ നമ്മൾ പച്ചരി എന്ന് പറഞ്ഞ് ഫ്രൈഡ് റൈസിൻ്റെ അരി ഇട്ടിട്ട് പക്ഷേ നല്ലോണം വേവുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞിട്ട് വെന്ത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് ഞാൻ നോക്കണം കേട്ടോ. ഉപ്പ് കൂടി എന്ന് വെച്ചാൽ ഉപ്പ് കൂടി കഴിഞ്ഞാൽ പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് കൂട്ടാം. അപ്പോൾ നമ്മൾ ഉപ്പ് കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വേറെ ഒന്നുമില്ല, അരികൾ തമ്മിൽ ഇങ്ങനെ ഒട്ടി പിടിക്കാണ്ടിരിക്കാനാണ് കേട്ടോ. പിന്നെ നമ്മളിത് കുറച്ച് ബീൻസ്, ഒരുപാട് പച്ചക്കറിയൊന്നും അവർ കഴിക്കില്ല. അപ്പോൾ ഈ കുറച്ച് ബീൻസ്, ഈ ബീൻസ് ഫ്രൈഡ് റൈസിന്
വെജിറ്റബിൾ കറിക്കൊക്കെ ഉണ്ടാക്കണ ബീൻസാണ്, നല്ല ബീൻസാണ്. നമ്മൾ മറ്റേ സാധാ ബീൻസാണെങ്കിൽ ഇത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഇത് നല്ല കരിയും പച്ച കളറായിരിക്കും ഈ ഒരു ബീൻസിൻ്റെ. നമ്മുടെ സാധാ ബീൻസിന് നമ്മളൊരു ഇളം പച്ചയല്ലേ, ഇത് നല്ല കരിയും പച്ചയായിരിക്കും. പിന്നെ ഒരു പകുതി എന്താ പറയുക ക്യാപ്സിക്കം എടുത്തു, ഒരു കാവശം ക്യാരറ്റ് എടുത്തു കേട്ടോ. പച്ചക്കറി മാത്രം കുറേ കണ്ടാൽ നമ്മുടെ ഉണ്ണോട് കഴിക്കല്. പിന്നെ ഞാൻ അപ്പുറത്ത് ചിക്കൻ വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മഞ്ഞൾപ്പൊടി കുഞ്ഞു കുഞ്ഞാന്ന് നന്നാക്കിയ ചിക്കൻ ആയിരുന്നു. മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പിട്ടിട്ട് നന്നായി ഇങ്ങനെ കൊത്തി പൊരിച്ചിട്ട് ഞാൻ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അധികം എണ്ണയില്ലാണ്ട്. എന്താ വെച്ചാൽ ഉണ്ണോൾക്ക് ഇങ്ങനെ വലിയ വലിയ പീസ് കഴിക്കാനൊക്കെ പക്ഷേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസ് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കനൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ചട്ടി വെച്ചു. നമ്മൾ ചെയ്യണത് 2 കോഴിമുട്ടയിലേക്ക് ഒരു തുണ്ട് ഉപ്പും തുണ്ട് കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ചിക്കി എടുത്തുവിട്ട് കൊത്തി പൊരിച്ചെടുക്കാന്ന് അറിയില്ലേ, ജസ്റ്റ് ഒന്ന് കൊത്തി പൊരിച്ചെടുത്തു. അപ്പോൾ നമ്മളത് കൊത്തി പൊരിച്ച് നമ്മൾ ആ ചിക്കനിലേക്ക് ചിക്കൻ മാറ്റി വെച്ച പാത്രത്തിലേക്ക് തന്നെ അതിട്ട് വെച്ചിട്ടുണ്ട്. സത്യം ഫ്രൈഡ് റൈസ് അരിയൊക്കെ വേവിച്ച് വെച്ച് പച്ചക്കറിയൊക്കെ വേവിച്ച് ഡപ്പയിലടിച്ച് വെച്ചാൽ സുഖമായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. പിന്നെ കുറച്ച് വെളുത്തുള്ളി 5-8 വെളുത്തുള്ളി കുഞ്ഞുനാന്ന് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. പിന്നെ ബീൻസ്, ക്യാരറ്റ്, ഒരു പകുതി സവോള, ക്യാപ്സിക്കം അതിട്ടോട്ടെ. അത് നല്ല ഫുൾ നല്ല തീയിൽ തന്നെ ഇടണം കേട്ടോ. ചെറിയ തീയിലിട്ട് കഴിഞ്ഞാൽ വാടി കഴിഞ്ഞാൽ ടേസ്റ്റ് പോകും. പിന്നെ നുള്ളുപ്പ് ഇട്ട് കൊടുത്തുണ്ട്. ഈ പച്ചക്കറിക്ക് ആവശ്യമുള്ള നുള്ളുപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് സോസ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. സോയ സോസ് 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തു. ടൊമാറ്റോ കെച്ചപ്പ് 2 ടീസ്പൂൺ 2-2.5 ടീസ്പൂൺ എടുത്തോളൂ. ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ആ കോഴിമുട്ടയും ചിക്കനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പരട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ച് അരി ഇട്ട് കൊടുത്തിട്ട് വേവിച്ച അരി ഫ്രൈഡ് റൈസിന് ഒരുപാട് വേവാൻ പാടിട്ട് ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് ഏകദേശം നമ്മൾ ഫ്രൈഡ് റൈസ് സെറ്റ് ആയി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇടാം കേട്ടോ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസിനകത്ത് ഒന്നുകൂടി ടേസ്റ്റ് ആവുന്നത് ഇതിലുണ്ട്. അത് കാണുമ്പോഴുണ്ട്, അതിൻ്റെ കളർ കാണുമ്പോഴുണ്ട്. ഇതിലേക്ക് നമുക്ക് ചില്ലി ചിക്കൻ്റെ ഗ്രേവിയോ വേറെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതിൽ എല്ലാ ടേസ്റ്റും പുളിയും നീരും മധുരം എരിവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഫ്രൈഡ് റൈസാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ അതിന് ശേഷം നമ്മൾ ഉള്ള പാത്രത്തിലേക്ക് ആക്കാൻ നിൽക്കുന്നത്. അപ്പോൾ പറഞ്ഞിട്ട് അമ്മ ചെറിയ പാത്രത്തിൽ സോസ് ആയിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുണുക്കി കഴിക്കാനുള്ള ഫുഡ് ആക്കട്ടെ. അപ്പോൾ കുറേ അപ്പോഴേക്കും അവിടെ വന്നിട്ട് പറയുന്നുണ്ട് കുറച്ചാക്കിയാൽ മതി പറഞ്ഞിട്ടാണ്. കുണുക്കന് 2-3 ചട്ടം ഇട്ട് കുണിക്കുമ്പോഴേക്കും ഉണ്ട്. 2-3 ചട്ടം വെച്ചാൽ കുറേശ്ശെ ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ടൊമാറ്റോ വെച്ചപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള ലഞ്ച് ബോക്സ് റെഡി ആയിട്ടാണ്. ഇനി സ്നാക്സ് ബോക്സാണ് റെഡിയാക്കാത്തത്. അപ്പോൾ കാർത്തുമോള് നല്ല സ്നാക്സ് കൊണ്ടുപോയത് വീഡിയോയിൽ കണ്ടുട്ടോ. കുണിക്കുമ്പോൾ ഇരുന്നിട്ട് അപ്പോൾ റാഗ് ഫ്രൂട്ട് ഉണ്ടായപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കും അത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ അത് മേടിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഒരിക്കൽ മേടിച്ചിട്ട് ആർക്കും ഇഷ്ടപ്പെടാത്തതിന് ശേഷം പിന്നെ നമ്മളത് മേടിക്കാറില്ല കേട്ടോ. പക്ഷെ കാർത്തുമ്മ ഇതൊക്കെ തിന്നും, കുണിക്കൊന്നും അങ്ങനത്തെ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ മേടിച്ചിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് അത് മേടിച്ച് തരുമെന്ന് പറഞ്ഞാൽ അത് മേടിച്ചു. പിന്നെ ഒരു മാതളത്തിൻ്റെ പകുതി കുണുക്കിന് പകുതി കുണുക്കിക്ക് ആക്കി കൊടുത്തു. പിന്നെ ഒരു മാമ്പഴം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുണുക്കിക്കും ഇഷ്ടമാണ്, കുണുക്കിനും ഇഷ്ടമാണ്. മാമ്പഴം അരിഞ്ഞ് വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ റാഗ ഫ്രൂട്ടിക്ക് വെറുതെ വയ്ക്കാൻ അവർ തിന്നില്ലാന്ന് സത്യം കേട്ടോ. അവർ തിന്നില്ല. അവർക്ക് 2 ആൾക്ക് അത് പറ്റിയില്ല. അവർ 2 ആളും മധുരവും ഇല്ല പുളിയില്ല ഒന്നുമില്ല, വേറൊരു ടേസ്റ്റാണല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരും അത് കഴിച്ചില്ല കണ്ട. പക്ഷെ കാണാൻ നല്ല ഭംഗിയായിട്ട് റാഗ ഫ്രൂട്ട് കാണാനും നല്ല ഭംഗിയാണ്. ഭയങ്കര കളറാട്ടോ. ഭയങ്കര കളർ കഴിച്ചാൽ ഭയങ്കര കളർ. അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സ് മാത്രമായിട്ട് കൊണ്ടുവയ്ക്കണം. സ്നാക്സ് ആയിട്ട് കൊടുത്തേക്കുന്നത് ഇനി ഓരോ ദിവസമായിട്ട് മാറ്റി പിടിക്കണം. ആദ്യത്തെ ദിവസം കഴിച്ചു ഒരു സെറ്റ് വരട്ടെന്ന് ചോദിച്ചിട്ടാണ് ഫ്രൂട്ട്സ് ആക്കി കൊടുക്കുന്നത്. ഫ്രൂട്ട്സൊക്കെ ആക്കിയതിന് ശേഷം അവരോട് ചോദിക്കട്ടെ എന്താ വേണ്ടത്, എനിക്ക് എന്താ കൊണ്ടുപോകുന്നത്, ഫ്രൂട്ട്സിലാണെങ്കിൽ എന്താ വേണ്ടത്. അപ്പോൾ അവർ ചേട്ടാ മാമ്പഴം കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് പറയുക. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് തന്നെയാണ് നമ്മളതൊക്കെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിത് ആ പണി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനിയും പണികളായിട്ട് അടക്കള ക്ലീനാക്കാനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മളുള്ള ലഞ്ച് ബോക്സൊക്കെ ഒന്ന് കെട്ടി സെറ്റതിന് ശേഷം 2 അള ബേഗിൽ വെച്ച് കൊടുക്കണം കേട്ടോ. കണ്ടോ ഈ ബേഗ് ഞാൻ കുണുക്കി സ്കൂൾ തുറക്കുമ്പോൾ പോയി നോക്കി തട്ടാം. പക്ഷെ അന്ന് വില കണ്ടിട്ട് ഞാൻ മേടിക്കാണ്ട് പോകുന്നതായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ഒന്നും നോക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ വില കുറഞ്ഞപ്പോൾ വലിപ്പം കുറവാണ്. ഉണ്ണുകൾക്ക് ഇത് നല്ല വലിപ്പമുള്ളത് തന്നെ വേണം കേട്ടോ. നല്ലത് നോക്കിയിട്ട് എന്തായാലും ഉണ്ണുകൾക്ക് മേടിച്ചെടുത്തു. അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടത് ഇവിടെ ഷെബി കുഞ്ഞിനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ സാരി പൊന്നുവിനെ കുഞ്ഞെന്ന് പറയണേ പൊന്നുവിനെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു 3 മുല്ലപ്പൂ ഉണ്ടായിരുന്നു. ഒരു പവൻ എന്നൊക്കെ പറയണേ. ആകെ റീലൊക്കെ കട്ടായെന്ന് തോന്നണേ കേട്ടോ.
ശരിയാവും. തീരെ വയ്യ. ഇത് ഡബ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാരിയുടെ റേറ്റ് ഒരുപാട് ആൾക്കാർ ചെയ്തു. അങ്ങനെ നമ്മൾ ഓണായിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാർ എനിക്ക് കോളേജ് കുട്ടികളെ തോന്നുന്നു ഓണത്തിന് പറ്റിയ റൈറ്റ് ഓറിൻ്റെ സാരികൾ ചോദിച്ചിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ വേറെ ഒന്നുമില്ല കേട്ടോ. ഓണ സെലിബ്രേഷൻ തന്നെ ഓണത്തിന് മുന്നേ വെക്കും. അപ്പോൾ എടുക്കാനും വേണം, ഓണത്തിനും വേണം, എല്ലാം ഒരുപാട് റേറ്റ് ആകുമ്പോൾ എല്ലാവർക്കും പിന്നെ ജാക്കറ്റ് അടിക്കണം. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ഏത് ജാക്കറ്റിന് വേണമെങ്കിൽ യൂസ് ചെയ്യുകയും ചെയ്യാം, ജാക്കറ്റ് അടിക്കുകയും ചെയ്യാം. അല്ല നമ്മുടെ കയ്യിലുള്ള ഏത് ജാക്കറ്റിനും കൂടി ഈ ഒരു സാരി പോട്ടാം. അപ്പോൾ ബഡ്ജറ്റിൽ കുറവിൽ ഇറക്കാനാണ് കേട്ടോ. കുറേ കിട്ടുന്നത്. ഒരുപാട് ബഡ്ജറ്റ് ആകുമ്പോൾ ഞങ്ങൾക്ക് പെറ്റണില്ല ചേച്ചി എന്നൊക്കെയാണ് പറയണത്. പേഴ്സണലായിട്ടടക്കം നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് വരുന്നുണ്ട്, ചേച്ചി ഒന്ന് റേറ്റ് ഓറിൻ്റെ സാരി ഇറക്കുമെന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുപാട് കുട്ടികളുടെ ആഗ്രഹത്തിന് മേലാണ് റേറ്റ് ഓറിൻ്റെ ഇറക്കിയിട്ടുണ്ട് അല്ലേ. ഒരു അടിപൊളി വൈറ്റ് ഗോൾഡാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മുടെ കൃപയിലുള്ള മാലകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഓണമായിട്ട് നമ്മൾ പാലക്കയ്ക്ക് ഓഫർ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഓണത്തിന് മെയിനായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് പാലക്കയായിരിക്കും. പക്ഷെ ഇത് വേറെ ലെവലാട്ടോ അല്ലേ. ഈ സാരിക്ക് നല്ല വേണ്ടി നമ്മളൊരു സാരിയുടെ പ്രൗഡി വരുന്നത് നമ്മുടെ മേക്കപ്പിലൂടെയും നമ്മൾ യൂസ് ചെയ്യുന്ന ജ്വല്ലേഴ്സിലൂടെയാണ് നമ്മുടെ ഈ ഒരു സാരി. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരുപാട് നമ്മുടെ ഈ സാരിക്ക് വരുന്നത് ലുക്കിൽ നിങ്ങളുടെ ഐഡിയ പോലെ ഓണ സെലിബ്രേഷൻ എടുത്തു പോയാൽ അടിപൊളിയായിരിക്കും. എങ്ങനെയുണ്ടായിരുന്നു സാരി? ഇഷ്ടമായില്ലേ? അത് നിങ്ങളെ മോളാകാനാണോ? നിങ്ങളുടെ സൗന്ദര്യം കിട്ടിയ മോളായതുകൊണ്ടാണോ? എടുത്താളാൻ വാങ്ങിണ്ടാ? അതെല്ലാം കൂടി ആകുമ്പോഴല്ല അതിന്റെ ഭംഗി വരുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആ ഭംഗിയിലൊരു ഭംഗി വരണമെങ്കിൽ എനിക്ക് ഈ ഒരു മാല അടിപൊളി. അല്ലെങ്കിൽ ഒരു സാരിക്ക് അങ്ങനെ കേട്ടോ ഇങ്ങനെയൊക്കെ വേണം എൻ്റെ കറക്റ്റ് ലൈറ്റ് അടിക്കുന്നത്. അങ്ങോട്ട് തിരുമ്പോൾ അത് നമ്മൾ ഈ റൂമിലെ വെളിച്ചം കുറവായില്ല കേട്ടോ. ഓ ഇത്തും ഭംഗിയെന്ന് പറയുന്നൊരു മാല നോക്കി. ഈ മാല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു ജില്ലയാണ് കേട്ടോ. അത് കുറച്ച് റേറ്റ് വരുന്ന ഒരു മാലയാണ്. അപ്പോൾ നമ്മളോട് ഇരുന്നിട്ട് റേറ്റ് കുറച്ചുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് അത് ഉള്ളതുപോലെ പറയണമല്ലോ അല്ലേ. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയാണ്. റേറ്റ് ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ്. ശരിക്കും ഗോൾഡിൽ വരുന്ന ഒരു ലുക്കിലാണ് നമ്മുടെ എൻ്റെ എന്നാ അതായത് ബ്രൈഡലിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന എൻഗേജ്മെൻറ്റിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ എന്തിപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് കൊതി തീറ്റിട്ട് എല്ലാ രസം കാണാൻ എൻ്റെ ചില്ലറ നിങ്ങൾ നമ്മുടെ ചില്ലറത്തിന് ഭംഗിയില്ലേ. കുറച്ച് പാടാടുന്നോ? നല്ല രസം കേട്ടോ. എന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അല്ലെങ്കിൽ പൊന്നിൻ്റെ ഈ ലുക്കാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അല്ല പൊന്നെ അമ്മയോട് പറയാം മുല്ലപ്പൂയ്ക്ക് പൊട്ട് കുത്തി വാളയിടുന്നിട്ടാണ്. എങ്ങനെയുണ്ട് പൊണ്ടാടിക്കണം? അവന്റെ സെലക്ഷൻ മോശമായില്ല. നമുക്ക് അടുത്ത ദിവസം എടുത്താലോ? അപ്പൊ അടുത്തൊരു കളർ ബ്ലാക്ക്. ഇത് വേറെ ലെവലല്ലേ നോക്കാനേട്ടാ. ബ്ലാക്ക് നല്ല വൈകിട്ട് ബ്ലാക്കാണ്. പക്ഷേ ബ്ലാക്ക് വളരെ കുറച്ച് പീസുള്ളൂ. എനിക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്യാം അല്ലേ. ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഞാൻ രാത്രി ഇടുമ്പോഴേക്കും ഫോൺ തോന്നണം. നമുക്ക് കുറച്ച് കളക്ഷനെ കിട്ടിയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ ആ സാരിയുടെ ഒരു ഗോൾഡൻ സാരിയുടെ ഒരു ഗോൾഡൻ കളറാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കൊടുത്തുള്ളത്. നല്ല ഭംഗിയിട്ടിട്ട് കാണാം. ഗോൾഡിന് നല്ല രസം കാണാൻ അടിപൊളിയാണ്. അങ്ങനത്തെ ഇതൊരു ഗോൾഡൻ കളറാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു സെറ്റ് മുണ്ട് കാണാൻ നല്ല സെറ്റ് മുണ്ട് നല്ല സെറ്റ് സാരി നല്ല രസമുണ്ട്. ഒരു ഗോൾഡൻ കളറാണ്. നമ്മുടെ ഓഫീസിലും സ്കൂളിലും കോളേജിലും ഒക്കെ പൂക്കള മത്സരമാണ്. ഇതെടുത്തിട്ട് ദാടും എടുത്ത് അടിച്ചാലും ഭംഗിയാണ്. പട്ടുപാവാട അടിച്ചാലൊക്കെ നല്ല ഭംഗിയുണ്ട്. അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ
എന്താ പറയുക, ഇതിന് വരുന്നത് 699 രൂപയാണ് ഇതിൻ്റെ ഈ സാരിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൽ ബ്ലാക്കും റെഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, എത്തിയില്ല. പക്ഷേ ഇതിനുണ്ടല്ലോ പട്ടുപാടിൻ്റെ അവിടെ അടിച്ചിട്ട് ഒന്നര ഗ്രീൻ കളർ ഷാൾ കൊടുക്കാം, അല്ലെങ്കിൽ റെഡ് കളർ ഷാൾ കൊടുക്കട്ടോ. പിന്നെ ഈ അടുത്ത് നമ്മൾ പൊന്നു കൊടുത്തത് മഞ്ഞാട്ടിക്ക് മഞ്ഞ കണ്ടു കഴിഞ്ഞാൽ ഭ്രാന്താണ്. ഞാൻ മഞ്ഞ എപ്പോൾ കണ്ടാലും ഞാൻ ബുക്ക് ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ എന്താ പറയുക, മഞ്ഞ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലേക്ക് വേറൊരു ഗ്ലാമർ, ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നിറമാണ് കേട്ടോ മഞ്ഞ. അപ്പോൾ ഈ മഞ്ഞസാര എടുത്തിട്ട് തിരിഞ്ഞ് മറിഞ്ഞൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു പാലക്കയ്ക്ക് നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട്, ഓണായിട്ട് പാലക്കമാലയ്ക്ക് ഓഫർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അമ്മേ പൊന്നു ഇതാണ് വേറെ ലെവലല്ലേ. മഞ്ഞ ഭയങ്കര അതാണ് പറഞ്ഞ കണ്ട. ഞാൻ ഏത് മോഡൽ സൈഡ് തരായാലും മഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതെടുത്തിരിക്കുമല്ലോ. എൻ്റെ അമ്മയ്ക്ക് മഞ്ഞ കണ്ടപ്പോൾ അതൊക്കെ ഞാൻ ഫുൾ മഞ്ഞയായിട്ടിരിക്കുന്നത് എൻ്റെ വീട്ടിൽ. പക്ഷെ നല്ല വെയിലാണ്, നല്ല വെയിൽ. ആഹാ ഇന്ന് വയ്യ. മൂകത മാത്രമല്ലാടെ എനിക്ക് ഉറക്കില്ലാത്തതിൻ്റെ ഒരു ക്ഷീണവും തളർച്ചയും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. എനിക്ക് തീരെ വയ്യ, കണ്ണെൻ്റെ മെയിനില്ല. പിന്നെ എൻ്റെ നെറ്റിത്ത് കുറിയില്ലെങ്കിൽ ഒരു ക്ഷീണമല്ലേ, എൻ്റെ ശൈശിയെ കുറിയല്ലേ. എനിക്ക് ഇവർ കുറി തൊടുമ്പോൾ കുശുമ്പായിരുന്നു, എനിക്ക് തൊടാൻ പറ്റുന്നത്. ഫുള്ളിയും കൊടുത്താൽ നല്ല മഴ കിട്ടും. അങ്ങനെ ഇന്നലെ വീഡിയോ എടുത്തതിന് ശേഷം അങ്ങനെ ഒരു പോയ പോക്കാം. പിന്നെ തിരിയിട്ട് തപ്പിയതിപ്പോൾ നമ്മളെ കാണാനില്ല. 2 ദിവസം 2-3 ദിവസമായി തീരെ വയ്യ. തീരെ വയ്യ വെച്ചാൽ എന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ നമുക്ക് സ്കൂളിലാരും നമുക്ക് എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവരെന്നെ സ്കൂളൊക്കെ പറഞ്ഞയച്ചു. അതിന് ശേഷം നമുക്ക് നമ്മുടെ തുണി ബിസിനസ്സും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പൊന്നിൻ്റെ അവിടെ പോയി കൊറിയർ ചെയ്യാനുള്ളത് കൊറിയർ ചെയ്തു, ഫോട്ടോ എടുക്കാനുള്ളത് ഫോട്ടോ എടുത്തു. അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം വന്നു, ഉന്നോട് സ്കൂളിൽ തന്നു, ട്യൂഷൻ പറഞ്ഞയച്ചു. ഒരു നേരം റെസ്റ്റില്ല, ബസ്സില്ലായ്മ. അത് കഴിഞ്ഞപ്പോൾ ഒരു 9 മണി ആകുമ്പോഴേക്കും നമ്മൾ കിടന്നു. ഇവിടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാ 9 മണിക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ വരെ ആര്യന് നോക്കില്ല. നിങ്ങൾ നീ ഉറങ്ങിയാ? ഉറക്കായില്ലേ? ഞാൻ അങ്ങനെ പോയി കിടന്നു. എനിക്ക് വയ്യാട്ടെ, ഞാൻ പോയി കിടക്കാൻ. അച്ഛന് ദൈവം സഹായിച്ച 2-3 മാസമായിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇങ്ങനത്തെ ക്ഷീണം ഉണ്ടാവാണ്ട് കുറച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടിനുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് പോവായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് വരുന്നേക്കാളും മുന്നേ തുടങ്ങിയിട്ട് ഒരാൾക്ക് വയ്യായി ക്ഷീണം വരുന്നേക്കാൾ മുന്നേ ഒരാളോട് തുടങ്ങി നമുക്ക് പോയാലോ ഞാൻ പറഞ്ഞല്ലേ, കഴിഞ്ഞ ശനിയാഴ്ചക്ക് തോന്നി, ഉണ്ണിയുടെ ഫേസ് കണ്ടപ്പോ തോന്നി എന്തോ എന്റെ ഫേസിന് പെട്ടെന്ന് മാറ്റം വരും. എന്റെ ഫേസ് നീര് വരും കവിളൊക്കെ വീർത്തപ്പൊക്കെ തോന്നി. അതാ ഞാൻ പറഞ്ഞ് ഉണ്ണിയാളുടെ സ്കൂളില്ലാത്ത ദിവസം ശനിയാഴ്ചയൊക്കെ അല്ലേ നമുക്ക് മെയിനായിട്ട് പോകാൻ പറ്റില്ല. അസുഖം വന്നാൽ എന്തായാലും പോകണം, അതല്ല. അതാ ഞാൻ പറഞ്ഞ് ശനിയാഴ്ച പോവാം, പോയി കാണിച്ചിട്ട് വരാന്നുള്ളത്. അപ്പോൾ ഉണ്ണി പറഞ്ഞ് കുഴപ്പമില്ല. അപ്പം എന്തായി? കുഴപ്പമായി. അങ്ങനെ കുഴപ്പമില്ലാതെ ഇങ്ങനെ കിടന്നു. പിന്നെ എണിച്ച് ഇന്ന് ഞാൻ ഇരിക്കുമ്പോൾ സമയം 12 മണി പറയുന്നില്ല ഏകദേശം. ഞാൻ എനിക്കുമ്പോഴേ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ ഇന്ന് ഞാൻ എനിക്കില്ല, വേറെ ഒന്നും വിചാരിക്കരുത്, വേറെ വിഷമമൊന്നും വിചാരിക്കരുത്, എനിക്ക് തീരെ വയ്യ. എനിക്ക് വിഷമൊന്നുമില്ല, പറഞ്ഞിട്ടില്ല. എനിക്ക് ഉണ്ണി ഇങ്ങനെ പറഞ്ഞില്ലേ, ആൾക്കാർ പറയണ പോലെ ഉണ്ണിയുടെ പിന്നാലെ ഇങ്ങനെ നടക്കുമ്പോഴാണ് നമുക്കൊരു മനസ്സിന് തൃപ്തി വരുള്ളൂ. അപ്പോൾ ഉണ്ണി അവിടെ എടുക്കുമ്പോൾ പണിയെടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഉണ്ണി എനിക്കാണ്ട് ആകെ ഓടിട്ട് എനിക്കൊരു താളം തെറ്റി. എനിക്കറിയാം ഞാൻ ഇച്ചിരി ഒരു പട്ടിണിയാന്ന് പറയാം. ഞാൻ ചോറൊക്കെ അതുകൊണ്ടല്ല, അത് ഞാൻ പറയാം, അത് പനിയായിട്ടെന്നല്ല. ഏതൊരു വീട്ടമ്മയായാലും അല്ല പറയുമ്പോ വീട്ടമ്മ അമ്മ ഇല്ലെങ്കിൽ കാര്യം പറയാനൊക്കെ എളുപ്പാ. ചിലപ്പോ ഒരു ഞാൻ ഇല്ലാണ്ടായി ഇവർക്ക് ജീവിച്ചേ പറ്റൂ, ജീവിക്കുകയും ചെയ്യും, അതൊക്കെ ഉണ്ടില്ല എന്നല്ല. പക്ഷെ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞല്ലേ, എനിക്ക് പറ്റാവുന്ന കറികളാണ്. പിന്നെ അല്ലേ, ഞാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ കറിക്ക് തീരെ പിടുത്തം വിട്ട കളിയായിരുന്നു ഇന്നത്തെ തന്നെ.
ഞാപ്പഴേക്കും ഇവിടെ ആ കുണുക്കം പറയണിട്ട് വിശക്കുണ്ടെന്ന് എന്തോ കുണുക്കം പറയണ കേട്ടു ഞാൻ. കുണിക്ക് കുണിക്ക് തോന്നുന്നു ആര് വിശക്കുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്ക് വിഷമമായി. അപ്പൊ ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് ഇന്നെ പേടിയാട്ടെന്ന് അപ്പൊ കുണുക്കന് ഞാൻ പിന്നെ ഒരു 11:30 12 വേവിച്ചു. ശേഷം ഒന്നും നോക്കില്ല, 2 സബോള കടകട വലിയ 2 സബോള കഷ്ണങ്ങളാക്കിയിട്ട് തക്കാളി ഇട്ടു, മൂവറ്റമ്പ് ഇട്ടു, അതോടെ ചമ്മന്തിയൊക്കെ എടുത്തു, ദോശ ചുട്ട് കൊടുത്തു. അപ്പോൾ രാവിലെ അവരുടെ വിഷം മാറി. പിന്നെ ഞാൻ വേഗം ഒരു മുതല വേവിക്കാൻ വെച്ചു. ഒരു മോര് ഒഴിച്ച് കയറി പറഞ്ഞ ഒരു മോര് തൈര് എടുത്തിട്ട് അതും വെച്ചത്, മീൻ നന്നാക്കി വറുത്ത് വെച്ചു. അപ്പോഴാണ് അടുക്കള സെറ്റാക്കി വീട് അടിച്ചു അടച്ചു. ഇന്നലത്തെ പാത്രം അടുക്കളൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞു പാത്രം മോറാൻ നിൽക്കാൻ വയ്യ, രാവിലെ മോറാനായിട്ട് ഒന്നും മോറാക്കണ്ട. ഞങ്ങളുടെ വീട്ടിലെ കാര്യം എന്തുണ്ടെങ്കിലും ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അടുക്കള ഒതുക്കി ക്ലീൻ ആക്കിയിട്ട് വന്ന് കിടന്ന് ഉറങ്ങുള്ളൂ കേട്ടോ. എന്നാലും നമുക്ക് രാവിലെ കഴിക്കുമ്പോൾ സുഖം ഉണ്ടാവും. അപ്പോഴേക്കും തീരെ വയ്യ. ഞാൻ ചെയ്യും പറഞ്ഞിട്ടില്ല. അപ്പൊ ഉണ്ണി വയ്യാണ്ട് പോയി കിടന്നപ്പോ ഞാനും കണക്കാക്കി. ഇപ്പൊ അത് ചെയ്യാന്ന് ഞാൻ കിടക്കില്ല, ഞാൻ ചെയ്യാൻ. ഞാൻ പറഞ്ഞു പന്നണ്ട അറിയാം ഞാൻ വരും. അപ്പൊ എനിക്ക് വയ്യാതോർത്ത് എന്നോട് ചെയ്യിപ്പിച്ചൊന്നുമല്ല, പന്നയുടെ അതുകൊണ്ടാണ് ചെയ്യാറ്. ഞാൻ പറഞ്ഞു നിങ്ങൾ പിന്നെ അവധിയാകാൻ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിചാരിച്ചത്. നാളെ സ്കൂളിലെ സ്ഥലം പിന്നെ നമ്മൾ ഇങ്ങനെയെങ്കിലും വയ്യെങ്കിലും ചേരക്കി പിടിച്ചിട്ടാണ് ചെയ്യും. അങ്ങനെ അതിനായിട്ട് രാവിലെ കഴിച്ചു, അടിച്ചടക്കി കഴിഞ്ഞു, ചോറ് വയ്ക്കൽ കഴിഞ്ഞു. ഞാൻ എനിക്ക് മുന്നേ പിന്നെന്താ പാത്രമൊക്കെ മോര് ഇടക്കളൊക്കെ ക്ലീനാക്കി തല ദിവസത്തെ അതൊക്കെ അതിനായിട്ട് ചെയ്ത് കഴിഞ്ഞു. മീൻ മേടിച്ച് വെച്ചു. പിന്നെ ഞാൻ ഏരിച്ചെന്ന് വെച്ചാൽ ഞാൻ വേഗം ദോശ ഇതാക്കി മോരൊഴിയും ചോറ് വെച്ചു. മനസ്സിലാക്കി ആ കലം കാണണ്ടായി. അരിയടപ്പത്തിന് ഒരു കല നോക്കിയപ്പോൾ കലം കാണണ്ടായി. ഞാൻ ആ ഇത് തൊട്ടേക്ക് കഴിയുമ്പോൾ ചൂടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ട് ചോറ് വെച്ച് ഇറക്കി വെച്ചിട്ടുണ്ടെന്ന്. പിന്നെ ഞാൻ വേഗം മറ്റേ നോക്കി മനസ്സിലായി. പിന്നെ അടുക്കള കുറേ ദിവസമായി ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, അപ്പോൾ ജസ്റ്റ് ഒരു ഡീപ്പ് ക്ലീനിങ് കുറച്ച് പാചമ്പറൊക്കെ ഈ മഴച്ചാറിൽ നമുക്ക് ശീതളേ ആ ജെല്ലാം കൂടെ അടിക്കണതിന് പെട്ടെന്ന് നമ്മുടെ പലചരക്ക് പാത്രം ഇരിക്കണം. അതൊരു ഈർപ്പടിക്കുമ്പോൾ പൂപ്പിൽ പോലെ വരും, കറുപ്പ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണ് പൂച്ച നിങ്ങളുടെ സിറ്റ് ഔട്ടിലൊക്കെ വന്നിരുന്നിട്ട് തോന്നണം പൂച്ചമണായിട്ട് ആകെ സ്പ്രേ തീർത്തുണ്ടെങ്കിൽ അടിക്കലും ഡെറ്റോൾ ഒഴിക്കലും ക്ലോറക്സ് ഒഴിക്കലും കഴുകലും പിടിക്കലും ഒക്കെ ആയിട്ട് ഇപ്പൊ ഇന്ന് മുതൽ സെറ്റായിട്ടുണ്ട്. ചവിട്ടി പൂച്ചനെ ഓടിപ്പിക്കാൻ വഴിയുണ്ടെന്ന് പറഞ്ഞു. ഓടിപ്പിക്കാൻ വഴിയുണ്ട്, കല്ലെടുത്തെറി വേറെ എന്തോ വഴി വരാണ്ടിരിക്കാൻ കല്ലെടുത്ത് എറിഞ്ഞിട്ടായിട്ടൊക്കെ എന്തെങ്കിലും പറ്റി അതും ശാപാണ്. തല വരയ്ക്കും എന്നൊക്കെ പറയണേക്ക. പൂച്ചേനെ കൊന്ന തല വരയ്ക്കും, ഇത്ര കൈ വരയ്ക്കും തല വരയ്ക്കുന്ന. അപ്പൊ അതുകൊണ്ട് തരി മണായാലും അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടെ. കൊല്ലാണ്ട് അതെ ശാപം അല്ല, അത് വരെ വരയ്ക്കാൻ ജയിലിൽ കൊണ്ടുപോയിട്ടോ അല്ല, ഞാൻ ഒന്നിനും കൊന്നിട്ടില്ലേ. ജസ്റ്റ് നമ്മളെ വീട്ടിലേക്ക് വരണ്ടിക്ക് വല്ല കുഴുക്കു വരിയുണ്ടോന്ന് നോക്കണം കേട്ടോ. വേറെ ഒന്നുമില്ല. ഇപ്പൊ നമ്മളെ പട്ടി വരണ്ടിക്ക് നീലവെള്ളം കുപ്പിയിലാക്കാൻ പോലെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നീലവെള്ളം കുപ്പിയിലാക്കലിന് ഇപ്പോഴത്തെ പട്ടി ചാടി കിടക്കുക. ഇവിടെ ബാബേട്ടന്റെ വീട്ടിൽ 3-4 പട്ടിയാണ് ഇന്നലെ സിറ്റ് ഔട്ടിൽ കിടന്നിരുന്നു. എന്നിട്ട് അവിടുന്ന് അവരുണ്ടായിരുന്നില്ല ആ നേരത്തെ. എന്നിട്ട് ഇന്നലെ മിനിഞ്ഞാന്ന് ഞാനും കുണുക്കനും കൂട്ടി നോക്കുമ്പോ 4 എണ്ണം സിറ്റ് ഔട്ടിൽ നിന്ന് ഇറങ്ങി പോണു. നമ്മളില്ലാണ്ടായി പിന്നെ അത് അവരുടെ വീടായി, അവരുടെ ലോകമായി. ഇവിടെ വീടിന്റെ ബാക്കിൽ 3-4 പട്ടി ഉണ്ടായിരുന്നു. അപ്പഴേക്കാനായിട്ട് പിന്നെ ഗേറ്റ് ഒക്കെ അടച്ചിട്ടു. ഇപ്പൊ ആ ഗേറ്റ് പട്ടികളോണ്ടുള്ള ശല്യം വെക്കില്ല, പൂച്ചയാണ് ഇപ്പൊ നമുക്ക് ശല്യമായിട്ട് കിട്ടുന്നത്. നമുക്ക് ഇഷ്ടമല്ല അതിന്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പറ്റില്ല. അതാണ് കൂടുതൽ. കന്നിമാസ വരയില്ലോ. അങ്ങനെ വയ്യാണ്ട് അതിന്റെ ശേഷം നെയ്ച്ച് ഇനിയിപ്പോൾ കുളി അങ്ങനെ അടക്കളയത്തെ പണി കഴിഞ്ഞ് കുളിച്ചു, ഉണ്ണുകൾക്ക് ഫുഡ് കൊടുത്ത് ഉണ്ണുകളെ ട്യൂഷനും ഉണ്ടായി, ഉണ്ണുകളെ കുളിപ്പിച്ചു, ട്യൂഷനും ഉണ്ടാക്കി വന്നു. ഇങ്ങനെ ഇപ്പം ഇരിക്കുന്നുണ്ട്. തലേശ് ചോദിച്ചു എനിക്ക് ഇപ്പം ഭക്ഷണത്തിനോട് വേണ്ട, ഇടയ്ക്ക് ഭക്ഷണമൊക്കെ ഇപ്പം ഇഷ്ടമില്ലാണ്ടായി, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. അത് ഞാൻ ആ സദ്യ ഒരു അർത്തി അന്നത്തെ ലാസ്റ്റ് അർത്തിയത് പിന്നെ തിന്നാൻ തോന്നിയിട്ട് കണ്ണടലാണോ എന്താന്ന് അറിയില്ല. ഭക്ഷണം പിന്നെ കഴിക്കാൻ തോന്നിയിട്ടില്ല. എനിക്ക് ഭക്ഷണത്തിനോട് ഇഷ്ടമില്ല. ഇപ്പൊ ഭക്ഷണം കാണുന്നത് ഛർദ്ദിക്കാൻ വരുന്ന ഒരവസ്ഥ. ബ്ലഡ് കുറേ ഉണ്ടാവും, അത് ഇപ്പൊ ബ്ലീഡിങ്ങും കാര്യങ്ങളും ഒക്കെ ആകുമ്പോ അങ്ങനെയൊക്കെ അങ്ങനെ. അപ്പൊ അങ്ങനെ ഇതേ ഇപ്പൊ ഒന്ന് ഉണർന്നുണ്ട്. ഇനിയിപ്പോ സത്യമായി വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിടക്കും, അങ്ങനെ കിടക്കും. എന്താ ഇടത്തെ കണ്ണ് തുടിച്ച് കഴിഞ്ഞാൽ എണ്ണ കരയുന്നു അറിയില്ല, എണ്ണകൾക്ക് വയ്യാണ്ടാവും എന്നൊക്കെയാണ് പറയാ, അറിയില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ ഏകദേശം ഇതൊക്കെ കഴിഞ്ഞ് എന്താ പറയാ
ഇനിയിപ്പോൾ നാളോട്ട് പൊന്നിൻ്റെ ഇടയ്ക്ക് പോകണ്ട സാരി ഇന്ന് വയ്യല്ലേ, വയ്യ. ഇന്ന് വയ്യ, തീരെ വയ്യ. വയ്യ എന്താ ചെയ്യുക, നമുക്ക് ഒട്ടും ശരീരത്തിന് ഒന്നിനും സുഖമില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് മേലും കൈയൊക്കെ ഭയങ്കര വേദന, ഛർദ്ദിക്കാൻ വരിക, ശരീരം മൊത്തം തളരുക. എനിക്ക് നടക്കാനൊന്നും ഇതിപ്പോൾ ബാമ്പിനോട് ഇറങ്ങിയപ്പോൾ ഞാൻ വീഴാൻ പോയി. ആ ആ പനിയില്ല, പനി ഉണ്ടെങ്കിൽ പറഞ്ഞ ബാമ്പിനോട് അവിടേക്ക് ഒന്ന് പോകേണ്ടി വന്നു. ഉന്നോട് ട്യൂഷനായിട്ട് പോയിട്ട് വേറെ ഒന്നുമില്ല. നാളെ ബ്ലൂ ഡേ ആണ്, കുളിക്കുമ്പോൾ ബ്ലൂ ഡ്രസ്സ് തന്നെ ഇട്ട് വരാം. അപ്പോൾ കുളിക്കാനുണ്ടെങ്കിൽ അവരും വേണം വേണ്ടി ഡ്രസ്സ്. അപ്പോൾ ഞങ്ങൾ അവരുണ്ടാക്കിയിട്ട് ഡ്രസ്സൊക്കെ പോയി. ബ്ലൂ കളർ ഡ്രസ്സൊന്നും ഇല്ല, ജീൻസിൻ്റെ എടുത്തിട്ട് പോകുന്നു, വേറെ ഒന്നും ഇല്ല. കുണിക്കുന്നതിൽ ബ്ലൂവിൽ കുണിക്കുന്നതിൽ കൂടുതൽ വൈറ്റിലേക്കാണ് സുഖം, ഇഷ്ടംപോലെ വൈറ്റ് ഉണ്ട്. ആ പുതിയ സ്കൂളും കാര്യങ്ങളൊക്കെ അല്ലേ, നമ്മൾ അത് ചിട്ട പോലെ പോട്ടെ അല്ലേ. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടല്ലോ, അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗി പോലെ പോട്ടെ, കാര്യം നോട്ടെ, അങ്ങനെ വയ്യ. അപ്പം ഇന്നത്തെ വീഡിയോ സമയമില്ലേ ഇപ്പൊ പറഞ്ഞ അവറ്റക്കും സമയം, അവറ്റോടും ബിസി, കുറേ പഠിക്കാനും കാരണം പഠിക്കട്ടെ. കുറച്ചാലത്ത് ബുദ്ധിമുട്ടും പിന്നെ ഒരു 3-4 വർഷത്തെ ബുദ്ധിമുട്ടുണ്ട്. 3-4 വർഷം ഞാൻ സെറ്റായി, 3-4 വർഷം നമ്മൾ കണ്ടില്ല നിൽക്കേണ്ടി വരും. ഓക്കെ, 3-4 വർഷം കഴിഞ്ഞ് പിന്നെ അവർ വലിയ പിള്ളേരായി, അവരുടെ ജീവിതമായി, പിന്നെ അവർ വലിയ വലിയ ക്ലാസ്സുകളിൽ പോയി, പിന്നെ അവർ വലിയ വലിയ ആളാകുമ്പോൾ പിന്നെ കഴിഞ്ഞു നമ്മുടെ കാലഘട്ടം, നമ്മുടെ അടുത്തുള്ള ഇരിക്കുന്ന കാലഘട്ടവും. സത്യ മക്കൾ നമ്മുടെ അടുത്തിരുന്ന് കളിച്ച് ചിരിച്ച് അവരെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ വരുന്ന സുഖമുണ്ടല്ലോ, അവർ വലുതായി കഴിഞ്ഞില്ല നമുക്ക്. പിന്നെ അവർക്കൊക്കെ നമ്മളാരൊക്കെയോ ആവുക, അവർക്കൊക്കെ ഭാരമാവും. അതായിരിക്കും എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ പൊന്നും കുഞ്ഞിനും എല്ലാം പോലും അതിൻ്റെ പകരം കുണുക്കനും കുണിക്കിനും കിട്ടിയപ്പോഴാണ് ആ ഒരു വിഷമത്തിലാണ് ഇവർ വലുതായി. ഇവരൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ടെൻഷനാണ്. അപ്പോൾ അവരെ കെട്ടുപിടിച്ച് അവരും വെച്ച് നമ്മുടെ ചെറുകിൻ്റെ ഉള്ളിൽ അവരെ കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷ സുഖം ഉണ്ടല്ലോ. എന്താണ് എൻ്റെ മക്കളുടെ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് കരഞ്ഞു പോകും, എന്താ കാര്യം എന്നറിയില്ല. വയ്യാണ്ടാണ് എൻ്റെ മക്കളുടെ കാര്യം ടെൻഷൻ. കരഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ദൈവം ഓരോന്ന് വിധിച്ചിട്ടുണ്ട്, അത് അതിൻ്റെ പന്തി പോലെ പോകും. നാം പാതി ദൈവം പാതി എന്നാ പറഞ്ഞാണ്. ഇപ്പൊ ദൈവം പകുതിയല്ല 3/4 ഭാഗം ദൈവം ഏറ്റെടുക്കണം. പിന്നെ എന്താ ചെയ്യാം, നമുക്ക് ആ ഭാഗം റോളുള്ളൂ. എന്തിനാട്ടെ വരുന്നത്. മക്കളുടെ കാര്യം അടിക്കുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് കരയപ്പോൾ ഇന്നാൾ എന്നോട് ഞാൻ പറഞ്ഞു, കുണുക്കിന് കാര്യം അടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടം വരും, ഭയങ്കരമായിട്ട്. അവരിഞ്ഞൊന്ന് പഠിച്ച് അവർ നല്ല നിലയ്ക്ക് എത്തി, എനിക്കെന്തോ ഭയങ്കര ടെൻഷനാണ്. കുണുക്കിന് ആയിരിക്കും എനിക്ക് തീരെ മനസ്സമാനില്ല. അവരൊന്ന് പഠിപ്പിച്ചെടുത്ത് അവരൊന്ന് സെറ്റായി പിന്നെ എന്ത് വന്നു പോയിരിക്കും. പിന്നെ അവരൊന്ന് സെറ്റായി, അവർ 2 കാലിൽ നിൽക്കാറായി, അവരുടെ കാര്യങ്ങൾ ചെയ്യാറായി, പിന്നെ നമുക്ക് ഞങ്ങൾക്കടക്കെ എന്ത് വന്നാലും ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല. ചാവാനും മരിക്കാനൊന്നും പറ്റില്ല. ഷെബി പറഞ്ഞല്ലോ, ലോകത്ത് ഒരു സത്യമുള്ളൂ, ജനിച്ചൊരിക്കുമ്പോഴേക്കും സത്യമല്ല അത്. നമുക്ക് വേറെ ഒന്നും ജീവിതത്തിൽ പറയാൻ പറ്റില്ല, അത് നടക്കും ഇത് നടക്കും എന്നൊന്നും പറയില്ല, പക്ഷെ ഒരിക്കൽ മരിക്കും, അത് ഉറപ്പാണ്. അത് മാത്രമേ സത്യമുള്ളൂ ജീവിതത്തിൽ. സത്യമാണ്, ജനിച്ചാൽ ഒരിക്കൽ മരിക്കും, അത് മാത്രമേ സത്യമുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് വരിക എന്താണെന്നൊന്നും പറഞ്ഞു ഇത് വരുന്ന ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ലൈഫിലേക്കൊക്കെ കയറി വരുന്ന ഉറപ്പാണ്. അപ്പോഴേക്കും നമ്മുടെ കുണിക്കുമ്പോഴൊക്കെ ഒന്ന് സെറ്റായി, അവർ വലിയ കുട്ടികളായി, അവർ സെറ്റായി വന്നു. പിന്നെ ലൈഫിലേക്ക് എന്ത് വന്നാലും ഞാൻ രണ്ടാൾക്കും ഒരുമിച്ച് വെച്ച് സന്തോഷത്തോടെ ഞങ്ങൾ തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ. എന്താ വന്ന് ഭയങ്കര സെൻറ്റിയായിട്ട് ടെൻഷൻ ലോസ് പോയാലാ, നല്ല മുഖതുണ്ട്, ഭയങ്കര മൂവത്. പോട്ടെ, ബൈ പറ, ബൈ.